ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ താഴെ ചാടിച്ചുകൊണ്ട് നല്ല ചിലന്തിയുള്ളൊരു സ്ഥലത്ത് അവിടെ നമ്മളിനി കുറച്ചുകൂടെ ഐറ്റംസ് കളക്ട് ചെയ്യാനാണ് നമ്മൾ പോണത്. ഇപ്പോഴ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ചക്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ചക്രം ഇതിൻ്റെ 2 വെച്ചാൽ എന്തോ കിട്ടും. ഇവിടെ മൊത്തം ചിലന്തികളാണ് ഗൈസ്. നിറച്ച് ചിലന്തികൾ പിടിച്ച സ്ഥലമാണത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് കെയർഫുൾ ആയിരിക്കണം. അല്ലാണെങ്കിൽ ഒരു തടിച്ച ചിലന്തിയുണ്ട്, അത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഒരു സ്റ്റിയറിംഗ് വീൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സ്ഥലം പക്ഷെ ഒരുമാതിരി ഓട പോലത്തെ സ്ഥലം പോലെ ഉണ്ടല്ലേ ഗൈസ്. കൊളാന്നിരിക്കുന്നത്, ഒരു വൃത്തിയുമില്ല. എന്ത് സ്ഥലമാണ് ഇവിടെ. ഫുൾ ചിലന്തിയാണ്. ഈ ചെടി എടുക്കുമ്പോഴത്തേക്കും ഈ ചിലന്തീൻ്റെ സൗണ്ട് കേൾക്കാം. ചിലന്തിക്ക് അപ്പോൾ ചിലന്തി ഓടിപ്പോകുന്നുണ്ട്. അതുവഴി നമുക്കിത് കൊണ്ട് അതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും മറ്റേ ഒരു സംഭവം തുറക്കുമല്ലോ, അതിനകത്ത് വല്ലതും ഉണ്ടാ നോക്കാം ഗൈസ്. പോയി ഇതിനകത്തുണ്ടോ നോക്കാം. ഇതിനകത്തൊന്നും കിട്ടിയില്ല ഗൈസ്. ഞാൻ അടുത്ത ലോക്കറിൽ നോക്കാം, നമുക്ക് വല്ലതും കിട്ടുമോ. അതിലൊരു തണ്ണിമത്തം ഉണ്ട്. ഇതിനകത്ത് എന്തോ ഉണ്ട് ഗൈസ്. നമ്മൾ അവിടെ വെച്ച് കത്തി ഇങ്ങനെ വെച്ച് അറക്കുമല്ലോ. ഞാൻ നേരത്തെ കഴിഞ്ഞ പാർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ സാധനത്തിൽ വെച്ച് തുറന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇതിനകത്തൊന്ന് വല്ലതും കിട്ടും. നമുക്കിത് കൊണ്ട് അതിനകത്ത് തിരിച്ചിട്ടിട്ട് വരാം. ഇത് പതുക്കെ പോണം. യെസ്, ഇതെടുത്ത് അവർ വന്നിട്ടുണ്ട്. ഇത് ചവിട്ടള്ളിയിടാം. അവരിവിടെ വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം. എങ്ങനെയുണ്ട്? ചിലന്തി അമ്മച്ചി ഉണ്ട തല, കണ്ണും മൂക്കൊക്കെ ഉണ്ടോ ചിലന്തിക്ക്? അത് ഐറ്റംസ് ഇനി എടുക്കാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കാം ഗൈസ്. അതിനാണ് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ചാടിയത്. ഒരു കീ കിട്ടി. ഗൈസ് നല്ല വിധനെ രക്ഷപ്പെട്ട് മുട്ടത്തരച്ച് കളവിയിലെടുത്ത്. എന്ത് കണ്ണാണല്ലേ അതിന്! മൊട്ടത്തലയും ഉണ്ടക്കണ്ണും മൂക്കും, പിന്നെ ഒരു പുളന്ന വായുമുണ്ട്. നമ്മൾ ലിഫ്റ്റിലൊക്കെയാണ് പോണത്. ഹൈടെക് ആയി ഗ്രാനി അല്ല ഇത്. ആരാണ്? ഗ്രാനിയുടെ ചിലന്തിയാണ്. വീട്ടിൽ വളർത്തണയാണെന്ന് തോന്നുന്നു. വലുതാണ്. ഇവിടെ പിന്നെ ആ ചിലന്തീൻ്റെ കുറെ കുട്ടികളും ഉണ്ട് ഇവിടെ. പോണ് നമുക്ക് എങ്ങനെ രക്ഷപ്പെട്ട് ഓടാം. നമ്മൾ നേരത്തെ എടുത്ത കീയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ഡോർ എസ്കേപ്പാണ് ഗൈസ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ തപ്പേണ്ടത്. ഗൈസ് ഇത് വെച്ചാണ് കിണറ്റിൽ വെള്ളം കോരണത്. ഇതിപ്പോൾ വെച്ചേക്കാം, ചിലപ്പോൾ അതിനകത്ത് വല്ലതും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാലൻസ് കണ്ടിട്ട് നമുക്ക് ഒരു ട്രിക്കുണ്ട് ഗൈസ്. ഇവരെ പിടിച്ച് വരുത്താൻ. കണ്ടോ ഒരു ഊത്ത കാലം വെച്ചോണ്ട് വരുന്നത്. കണ്ണെന്നാണ് അങ്ങനെ വെക്കുന്ന റെഡ് കളറിൽ. ഓക്കെ പോയി.
ഓക്കെ, നമ്മൾ സേഫ് ആയിട്ടുണ്ട്. നമ്മളൊന്നും കിട്ടിയില്ല. നമുക്കിനി ഇവിടെ അവർ വരില്ലെന്ന് തോന്നുന്നു. മണ്ടേ കയറി വരൂ. നോക്കാം. നമുക്കിപ്പോൾ ആകെപ്പാടുള്ളൊരു ടൂളെന്ന് പറയുന്നത് ചെടിയാണ്. അതിട്ടാണ് ഇവരെല്ലാവരെയും നമ്മൾ വശത്താക്കുന്നത്. ഇതെല്ലാം നമുക്ക് കിട്ടിയതെല്ലാം സെറ്റ് ചെയ്യാം. ഇതെന്ത് ചക്രമാണ്? ഓക്കെ, ഇതിപ്പോൾ പുകഞ്ഞ് വരും. ഗ്രാനി ഇപ്പം എത്തും ഗൈസ്. അപ്പോൾ നമുക്ക് കൂട്ടി മയക്കാം. നമ്മളെ ഇതിലേക്കൂടെ ഒളിഞ്ഞിരുന്ന് കാണുമോ? അവളെന്ത് വരാത്ത ഗ്രാനി? വരണില്ലല്ലോ ഗൈസ്. എവിടെ വരണം. ഒളിച്ചിരിക്കാം. വണ്ടിയാണ് ഗൈസ്, ഒളിഞ്ഞൊളിഞ്ഞ് പോണം. ഓക്കെ, വി ആർ സേഫ്. ഇനി അടുത്ത് മെലൺ കൊണ്ട് അവിടെ വെച്ച് തുറക്കാം. എൻ്റെ പട്ടിക്കൂടിൻ്റെ സ്ഥലത്ത് വെച്ച്. ഷോർട്ട് ഗണ്ണുണ്ട് ഗൈസ്. നമുക്കതിട്ട് ഒരു വെടി പൊട്ടിച്ചിട്ട് വന്നാലോ? ഇല്ല, ഗ്രാനി ഇതായി. 2 മിനിറ്റ് വരൂല. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എല്ലാം തള്ളിയിട്ടു. ഗെയ്സ്, ഇതിൽ റെഡ് ബോളിൽ നമ്മൾ വെടി പൊട്ടിക്കുമ്പോഴത്തേക്കും ഡോറ് തുറക്കും. അപ്പുറത്തെ സൈഡിൽ കണ്ടോ? ഇതാണ് നേരത്തെ കണ്ട ഇറച്ചി കഷ്ണം. ഗൈസ്, ഈ ബുള്ളറ്റ് നമുക്ക് ലോഡ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്കും ഗ്രാനി വരുമ്പോൾ നമുക്ക് ഷടപടയെ നേരത്തെ വെടി വെക്കാം. ഇനി നമുക്ക് പോയി മെലൺ എടുത്ത് അങ്ങോട്ടെടുത്തിടാം. എന്നിട്ട് മറ്റേ കിണറ്റിൽ നിന്ന് വെള്ളം കുറഞ്ഞ സാധനവും കൂടി എടുത്തുകൊണ്ട് വരാം. ഇതും കൂടെ എടുത്ത് അവിടെ ഇട്ടിട്ട് മെലൺ ഉരുണ്ടുപോയി. ഇട്ടേക്കണ സ്ഥലത്തൊന്നും അത് ഉരുണ്ടൊക്കെ പോയി. നീ ഇത് കൊണ്ട് അവിടെ കൊണ്ടിടാം. പട്ടിക്കൂടിൻ്റെ അവിടെ കൊണ്ടിട്ട് അറക്കാം, തുറക്കാം. ഇപ്പം പട്ടിക്കൂടിൻ്റെ അവിടെ എത്തി. ഇതിനകത്ത് വെച്ച് തുറക്കാം. ഒരു കീ കിട്ടി. ഇപ്പം പട്ടിക്കൂട് തുറക്കാനുള്ള കീ കിട്ടി. ഇനി പട്ടിക്കൂട് തുറക്കാം. ഇനി അതിപ്പോൾ എടുത്തോണ്ട് വരാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരി വരുന്ന സാധനം. നമുക്ക് പോയി ഗ്രാനിയെ വിളിച്ച് വരുത്താം. അടുത്തറിയുമ്പോൾ ഗ്രാനി വരും. പക്ഷെ വന്നില്ല. അപ്പം നമുക്ക് അവിടെ സൗണ്ട് കേൾക്കുമ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് അവിടെ പോയി തുറക്കാം. അപ്പം അവളവിടെ വരൂല. വല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയാൽ കൊള്ളായിരുന്നു. കിണറിൽ നിന്ന് കോരി വരുന്നുണ്ട്. ഒരു ഹാമർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ അതെടുത്ത് നമുക്ക് ഡോർ തുറക്കാം. നമുക്ക് കൊണ്ട് അവിടെ ഇടാം. ഗ്രാനി വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ കാത്ത്. ഒരടി വെച്ച് കയറ്റി കൊടുക്കാം. അവൾ പോയിട്ടുണ്ട്, പേടിച്ച് ഞാൻ പറഞ്ഞായിട്ട്. അവൾ കയറി പോയിട്ട് നമുക്ക് പതുക്കെ പിറകെ കയറി പോവാം. നമുക്ക് ഷോർട്ട് ഗൺ എടുത്ത് ഗ്രാനിയെ കൊല്ലാം.
ഓക്കെ, ഇനി നമുക്കിത് ബുള്ളറ്റ് ലോഡ് ചെയ്യായിരുന്നു. പോയി ലാസ്റ്റ് ബുള്ളറ്റാണ്. ഇനി നമുക്ക് ചെയ്യാം. ഹാമർ കിട്ടിയിട്ടുണ്ട് നേരത്തെ എടുത്ത. അതിട്ട് നമുക്ക് മറ്റേ പ്ലാങ്കൊക്കെ തുറക്കാം. ഇതെന്തിനാണ്? ഗ്രാനി എന്തോ ട്രാപ്പാക്കി വെച്ചിട്ടുണ്ടായി. അപ്പം നമ്മൾ അതിൽ ചെന്ന് പെട്ട്. പ്ലാങ്ക് എല്ലാം തുറക്കാം. കയറി പോവാം. ഇതിനകത്ത് വല്ലതും ഉണ്ട്. കട്ടിങ് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കളയാം. പ്ലാങ്ക് എടുത്ത് അവിടെ ഫിക്സ് ചെയ്യാം. എന്നാൽ കയ്യിൽ കൂടെ നടന്നു പോകാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? മറ്റേ സംഭവം നമുക്ക് കണക്ട് ചെയ്യാം. മറ്റേ ചക്രത്തിൻ്റെ ഒരു ചക്രം കിട്ടി. 2 ചക്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു സാധനം കിട്ടും തുറന്നു നോക്കുമ്പോൾ. നമുക്കിത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാം എന്നൊന്നും ഞാൻ പറയൂല കേട്ടോ. പക്ഷേ ഇത് മറ്റേ സാധനത്തിനെ പോലെ ഇരിക്കും. മറ്റേ വേറൊരു ചക്രം ഉണ്ടായിരുന്നല്ലോ, ഓറഞ്ച് കളർ ചക്രം. നമുക്കിനി അടുത്ത് മറ്റേ ചക്രം എടുക്കാൻ വേണ്ടി പോവാം. ഓറഞ്ച് കളർ ചക്രം കണ്ടോ? അത് അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ആ ചക്രം എടുത്തുകൊണ്ട് നമുക്ക് മറ്റതിൻ്റെ കൂടെ കൊണ്ടുവയ്ക്കാം. ഈ ചക്രം തന്നെ ആ ചക്രം, രണ്ടും ഒന്നാണ്. ഇത് രണ്ടും വെച്ച് എന്തെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് അതും ഇതും ഒരുപോലെ എടുത്ത് വയ്ക്കുന്നത്. പക്ഷെ അത് റെഡ് കളറും ഇതൊരു ഓറഞ്ച് കളറുമാണ്. ഇനി നമുക്ക് ഈ ഓറഞ്ച് കളർ സാധനം കൊണ്ട് പട്ടിക്കൂടിനകത്ത് വയ്ക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പോയി റെഡ് കളർ സാധനം കൂടെ എടുത്തുകൊണ്ട് വരാം. ആ ചക്രം കൂടെ എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് വല്ലതും കിട്ടും. റെഡ് കളറാണ് കുറച്ചുകൂടെ കൊള്ളാമെന്നുള്ളത്. മറ്റത് എന്താണ് കൈവാളിച്ചിരിക്കുന്നത്, ഒരു രസമില്ല അല്ലേ കഴിച്ച് അത് കാണാൻ. രണ്ടും കൊണ്ട് വല്ലതും കിട്ടുമെന്ന് തോന്നി അതിനകത്തൊന്നും. അപ്പം നമുക്ക് വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അവിടെ ഇടാം. ഈ വെപ്പൺ കീ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൂൾസൊക്കെ തുറന്ന് നോക്കാം. ഓക്കെ, ഗ്രാനി ഒന്നുകൂടി കൊല്ലാം. അവളെ എയിച്ച് കാണും. വെയിറ്റ് ആൻഡ് സീ. അത് സാധു വരണമല്ലോ കറക്റ്റ് സമയമാകുമ്പോൾ, ചാവ സമയമാകുമ്പോൾ. എന്നാൽ മുഴുവനോടെ ചാവില്ല. അവളെ ഇത് ഇരിക്കണോ, കയ്യിലിരിക്കുന്ന സാധനം ഒലക്ക. എന്നിട്ട് ഇതെല്ലാം പൊളിഞ്ഞൊക്കെ പോയി കിടക്കുന്ന വീടാണ്. ഒരു അനുസരണയില്ല. വൃത്തിയാക്കിയിട്ടൂടെ ഈ ഗ്രാനിക്ക് വീടൊക്കെ. ഈ പ്ലെയർ എടുത്ത് താഴോട്ടിടാം. നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്, താഴെ ആവശ്യമുണ്ട്. ഞാൻ എടുത്ത് കളയാം, താഴെ വച്ചിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് സേഫ്റ്റി എടുത്തുകൊണ്ട് താഴെ പോവാം. അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏകദേശം പ്രോസസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഡോർ തുറക്കാൻ വേണ്ടി. ഇനി സേഫ് കീ എടുക്കാം. ഓക്കെ, നമുക്ക് കാർ കീ കൊണ്ട് കാർ തുറക്കാം. നമ്മൾ ഓട്ടിച്ചുകൊണ്ട് പോണില്ലെങ്കിൽ സാധനം വല്ലതും കിട്ടിയാലോ. ഓക്കെ, മാസ്റ്റർ കീ കിട്ടി. ഇത് നമുക്ക് ഡോറ് തുറക്കാൻ മാസ്റ്റർ കീ വേണം.
മാസ്റ്റർ കീ ഉണ്ട്. പിന്നെ വേറെന്തിലുണ്ട്? ലാസ്റ്റിന് കുറച്ച് സാധനം കൂടെ മതി. പാഡ്ലോക്ക് കീ ഉണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ തീരാറായി. കുറച്ചും കൂടെ ഉള്ളൂ ഇനി. ഏകദേശം ക്ലൈമാക്സ് ആവാറായിരിക്കുന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ട് തുറക്കാൻ പോവുകയാണ്, രക്ഷപ്പെടാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. അതെടുത്തിട്ട് ഇനി ആവശ്യമില്ല, നമ്മൾ തുറന്നോ അതിട്ട്. ഞാൻ അടുത്ത സംഭവം നോക്കാം. ഹാമർ ഇട്ട് നമുക്ക് അത് തുറക്കി തടിയൊക്കെ ഇളക്കി കളയാം. മാസ്റ്റർ കീ ഇട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഗൈസ്, നമ്മൾ തുറന്ന് കഴിഞ്ഞു എല്ലാം. ഓക്കെ, ഗ്രാനി അന്തരിട്ട് വാങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പോയി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് കൂടെ ചെയ്യണേ ഗൈസ്. താങ്ക് യു.